ഒന്നും ചെയ്യാനാവുന്നില്ല. എല്ലാത്തിനോടും മടുപ്പ് തോന്നുന്നു. മടിയാണെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ ഇത് മടിയാണോ? ഈ വീഡിയോ കാണാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകവും ഇത് തന്നെയല്ലേ? ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ് നമ്മളെല്ലാവരും. ആ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകണമെന്ന് ആഗ്രഹവുമുണ്ടാവും. എന്നാൽ എവിടെയോ സ്റ്റക്കായി പോയ പോലെ ഒരു ഫീലാകും തോന്നുക. എന്തുകൊണ്ടാണിങ്ങനെ? കാണുന്ന സ്വപ്നങ്ങൾ ഒന്നും നടക്കുന്നില്ല എന്ന് കരുതി അവയിൽ പലതും നമ്മൾ തള്ളിക്കളയാറല്ലേ പതിവ്. പക്ഷേ അതെത്ര ആഗ്രഹിച്ചോ അത്ര നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത ഏറെയാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ അതൊട്ടും എളുപ്പമല്ല. അതിനായി ഏറെ ഫൈറ്റ് ചെയ്യേണ്ടതായി വരും. ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതാകാം. നമ്മൾ നമ്മെ തന്നെ സംശയിക്കുന്ന നിരവധി അവസരങ്ങൾ അതിനിടയിൽ വരാം. മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കി അവരുടെ അത്ര കപ്പാസിറ്റി, എബിലിറ്റി ഒന്നുമില്ലെന്നൊക്കെ തോന്നാം. അവർ നേടുന്നതൊക്കെയും നേടാനുള്ള കഴിവ് നമുക്കില്ല എന്ന് സ്വയം വിശ്വസിക്കാം. അങ്ങനെ ആകെ ഡൗണായി ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരു മൊമെന്റാകും അത്. കാരണമെന്ന് തോന്നിയാൽ പോലും കഴിഞ്ഞെന്ന് വരാത്തൊരവസ്ഥ. എവിടെയും താൻ അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല, തന്നെ ആരും റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ വളരാൻ കഴിയില്ല, എങ്ങനെയൊക്കെ മനസ്സ് നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ കേൾക്കൂ, അങ്ങനെ തോറ്റുകൊടുക്കാൻ സമയമായിട്ടില്ല. സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്ന എല്ലാവർക്കും ഒരു പോയിന്റിൽ തോൽവികളെ നേരിടേണ്ടതായി വരും. ഇനി മുന്നോട്ട് തന്നെ കൊണ്ട് കഴിയുമോ എന്ന സംശയം വരും. ഈ ചിന്തകളിൽ നിന്നെല്ലാം പുറത്തു വരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ചവിട്ടി പിന്തള്ളി 1000 പേർ നിങ്ങൾക്ക് മുന്നേ കുതിക്കാനുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. ഒന്നോർത്തോളൂ, തോറ്റുപോയവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അതെ, ഓരോ തോൽവികളുമാണ് വിജയത്തിലേക്ക് എത്താനുള്ള ചവിട്ടുപടി. ഒരിക്കൽ തോറ്റുപോയെന്ന് വെച്ച് എല്ലാ കാലവും തോറ്റുകൊണ്ടേയിരിക്കുക എന്ന അർത്ഥമില്ല. തോൽക്കുന്ന ഓരോ നിമിഷവും മുന്നോട്ട് തിരിച്ചു വരാനുള്ള ഒരു അവസരമായി കാണുക. നിങ്ങൾ തോറ്റുകൊടുക്കാൻ തയ്യാറാവാത്തിടത്തോളം നിങ്ങൾ പരാജയപ്പെടുന്നില്ല. വെറുതെ ജീവിച്ച് മരിക്കാനല്ല, നമ്മുടെ സ്വപ്നങ്ങൾ നേടാനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ കഥ പറയുമ്പോൾ ആളുകൾ പ്രചോദിതരാകണം. അതിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അവർ വീണിടത്ത് നിന്നും എഴുന്നേറ്റ് നിൽക്കണം, നടന്നു തുടങ്ങണം. അത്രത്തോളം മനുഷ്യരെ ഇൻസ്പയർഡ് ആക്കാൻ പറ്റുന്ന ലൈഫ് സ്റ്റോറി ആയിരിക്കണം നമ്മുടേത്. പലരും ഒരുപാട് എക്സ്ക്യൂസസ് പറയാറുണ്ട്. മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്ത് അവരുടേതുപോലെ ഒരു സാഹചര്യം എനിക്കില്ല, എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് എനിക്ക് വിജയിക്കാൻ സാധിക്കാത്തത് എന്നൊക്കെ. പൈസയും സാഹചര്യങ്ങളും എല്ലാം ഒരു ഫാക്ടർ ആണെങ്കിലും പ്രകൃതി എല്ലാവർക്കും മുന്നിൽ ഒരുപോലെയാണ് അവസരങ്ങൾ തുറന്നിടുക. അത് ആര് വേണ്ട പോലെ വിനിയോഗിക്കുന്നുവോ അവനാണ് വിജയം. കംപ്ലൈന്റ്സ് പറയാനാണെങ്കിൽ അതിനേ സമയം ഉണ്ടാവും. അതൊരു ന്യായീകരണമായി എടുക്കുമ്പോൾ മുന്നോട്ടു പോകാനുള്ള വഴിയും നമ്മുടെ മുന്നിൽ അടഞ്ഞിരിക്കും. എന്നാൽ ഓർത്തു നോക്കൂ, ആർക്കാണ് ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുപോലെ കിട്ടിയിട്ടുള്ളതെന്ന്? നിങ്ങൾക്ക് ചുറ്റും നോക്കൂ, ആരാണ് സംതൃപ്തിയോടെ ജീവിക്കുന്നത്? ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരും അവരുടേതായ പല കാര്യങ്ങളിലും അസംതൃപ്തരാണ്. അതുകൊണ്ട് കംപ്ലൈന്റ്സ് പറയുന്നത് നിർത്തിയിട്ട് എങ്ങനെ സ്വയം മെച്ചപ്പെടാൻ പറ്റുമെന്ന് നോക്ക്. അതിനായി എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ആലോചിക്കുക. നമ്പർ 1, ബി ക്ലിയർ അബൌട്ട് അവർ ഗോൾസ്. വ്യക്തമായൊരു ലക്ഷ്യം ഒരു മനുഷ്യനുണ്ടാകുമ്പോൾ മാത്രമേ അവന്റെ ജീവിതത്തിനും ഒരു അർത്ഥമുണ്ടാകുന്നുള്ളൂ. മുന്നോട്ട് എങ്ങനെ പോകണം, അതിനായി എന്തൊക്കെ ചെയ്യണമെന്ന കൃത്യമായ പ്ലാനുകൾ അവനുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അത് നേടിയെടുക്കാനായി അധ്വാനിക്കാൻ ഒരു മനസ്സ് വരും. ലക്ഷ്യമില്ലായ്മ അലസതയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. എങ്ങനെയെങ്കിലും ദിവസങ്ങൾ, മാസങ്ങൾ, അങ്ങനെ വർഷങ്ങളും തള്ളി നീക്കണമെന്ന മൈൻഡ് സെറ്റ് ആകും പിന്നീടുണ്ടാവുക. അത് നമ്മളെ ജീവിത പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. നമ്പർ 2, വർക്ക് ഹാർഡ് ഫോർ അച്ചീവിംഗ് ഇറ്റ്. അതെ, കഠിനാധ്വാനത്തിലൂടെയേ പലരും ഉയരങ്ങൾ എത്തിപ്പിടിച്ച ചരിത്രമുണ്ടായിട്ടുള്ളൂ. ഒറ്റച്ചാട്ടത്തിലൂടെ ആരും ഉയരങ്ങൾ കീഴടക്കിയിട്ടില്ല. ചെറിയ ചെറിയ ഓരോ സ്റ്റെപ്പും വിജയത്തിലേക്കെത്താൻ ഒരു നിമിത്തമാവുകയാണ്. ആ ഓരോ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളും വലിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാക്കുക. മുന്നോട്ടു പോകാൻ എന്ത് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യണം. നിലനിൽപ്പിന് പണമാണ് ആവശ്യമെങ്കിൽ അതുണ്ടാക്കാനുള്ള വഴി കണ്ടെത്തണം. അതിനൊരു ജോലിയാണ് ശരിയാവേണ്ടതെങ്കിൽ അത് തരപ്പെടുത്തിയെടുക്കണം. അവിടെ ജോലിയുടെ സ്റ്റാറ്റസ് ഒന്നും നമ്മെ ബാധിക്കരുത്. എങ്ങനെയും മുന്നോട്ടു പോകാൻ പണം സമ്പാദിക്കുക എന്നത് മാത്രമാകണം ലക്ഷ്യം. മുന്നിൽ തെളിഞ്ഞു കിട്ടുന്ന ഒരു വഴിയും ചെറുതല്ല. ആ വഴികൾ ഓരോന്നും വേണ്ട വിധം വിനിയോഗിക്കാൻ മനസ്സുണ്ടാകണം. നമ്പർ 3, റിമെമ്പർ, കമ്പാരിസൺ കിൽസ്. നമ്മുടെ എല്ലാം ഏറ്റവും വലിയൊരു കുഴപ്പമാണ് മറ്റുള്ളവരെ വെച്ച് അനാവശ്യമായ താരതമ്യം ചെയ്യൽ. എത്ര വേണ്ട എന്ന് തോന്നിയാലും പിന്നെയും പിന്നെയും മറ്റൊരാളെ വെച്ച് സ്വയം അളക്കാൻ നമുക്കൊരു ടെൻഡൻസി വന്നുകൊണ്ടേയിരിക്കും. ഇത് ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് മാത്രമുണ്ടാകുന്നതല്ല. അവൻ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അവന്റെ ഓരോ വളർച്ചാഘട്ടത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ മുതൽ നമ്മുടെ അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളുമായി തുടങ്ങുന്നു കമ്പാരിസൺ. അത് സ്കൂളിൽ നിന്നും കോളേജിലേക്കും, കോളേജിൽ നിന്നും ജോലി സ്ഥലങ്ങളിലേക്കും നീളുന്നു. പിന്നെ അതിൽ നിന്നും ഒരിക്കലും ഒരു മോചനമില്ലെന്ന വിധം ഈ താരതമ്യം ചെയ്യൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ മാറുന്നു. അങ്ങനെ മറ്റൊരാളെ നോക്കി ജീവിക്കാൻ തുടങ്ങുന്നു.
അവൻ ചെയ്യുന്നതിലും നന്നായി എനിക്ക് ചെയ്യണം, അവൻ നേടിയതിലും വലുത് എനിക്ക് നേടണം, അവനിലും വളരണം, അവനിലും ഉയരണം എന്ന മത്സരബുദ്ധി ഉണ്ടാക്കുന്നു. പതിയെ പതിയെ അത് വ്യക്തികൾക്കിടയിൽ നെഗറ്റീവായി ബാധിച്ചു തുടങ്ങുന്നു. എന്നാൽ ഒന്നോർത്തു നോക്കൂ, മറ്റൊരാൾ തെരഞ്ഞെടുത്ത അതേ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയണമെന്ന് യാതൊരു ഉറപ്പുമില്ല. നിങ്ങൾ നിങ്ങളുടേതായ ഒരു വഴി കണ്ടെത്തിയെങ്കിൽ മാത്രമേ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിങ്ങളെ എത്തിക്കുകയുള്ളൂ. നമ്പർ 4, ഗെറ്റ് ഇൻസ്പയർഡ് ഫ്രം മിസ്റ്റേക്സ്. ജീവിതത്തിൽ തെറ്റ് പറ്റാത്തവരായി ആരുണ്ട്? തെറ്റുകളല്ലേ മനുഷ്യനെ നല്ലതിലേക്ക് നയിക്കുന്നത്, നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് ജീവിക്കണമെന്ന് പഴമക്കാർ മുതൽ പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് സൈറ്റാണ് Alibaba.com. അതിന്റെ കോ ഫൗണ്ടറായ ജാക്മ തന്റെ കമ്പനിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഐ കോൾ ആലിബാബ 1001 മിസ്റ്റേക്സ്. 1001 തെറ്റുകളിൽ നിന്നാണ് അലിബാബ ഇന്നത്തെ നിലയിലേക്ക് വളർന്നതെന്ന് ഞങ്ങൾ പറയും. തുടക്കത്തിൽ ഞങ്ങൾ ചെയ്തതൊക്കെ തെറ്റായിരുന്നു, കാരണം ഞങ്ങൾ കമ്പനി പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. .com വന്നതിന് ശേഷം കമ്പനിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയില്ലായിരുന്നു. 2008 ശേഷം 18 മാസം പിടിച്ചു നിൽക്കാനുള്ള ശേഷിയെ അലിബാബയ്ക്കുണ്ടായിരുന്നുള്ളൂ. ആളുകൾക്ക് സൗജന്യമായി ഉപയോഗിക്കാവുന്ന ഒരു കമ്പനിയിൽ നിന്നും എങ്ങനെ പണമുണ്ടാക്കിയെടുക്കണമെന്ന അറിവ് ഞങ്ങൾക്കില്ലായിരുന്നു. അവസാനം ചൈനയിലെ എക്സ്പോർട്ടേഴ്സിന് വിദേശ രാജ്യങ്ങളിലെ കമ്പനികളുമായി കൂട്ടിമുട്ടിക്കാൻ കഴിയുന്ന ഒന്നായി ആലിബാബയെ വളർത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ ഒരു ഐഡിയയാണ് ഞങ്ങളെ രക്ഷിച്ചത്. നോക്കൂ, പിഴവുകളിൽ നിന്നുമാണ് അവർ വളർന്നത്, പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ടത്, ബെറ്ററാക്കാൻ എന്ത് ചെയ്യാമെന്ന് അവർ ചിന്തിച്ചു തുടങ്ങിയത്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതും പിൻവലിയുന്നതും നമുക്ക് തെറ്റുപറ്റുമോ എന്ന് ഭയന്നിട്ടാണ്. ജീവിതത്തിലെ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകാതെ പോകുന്നതും ഈ പേടി കൊണ്ടാണ്. ജീവിതത്തിൽ തെറ്റുകൾ പറ്റാനുള്ള സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ നേരിടാനുള്ള മനക്കരുത്താണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു കുട്ടി ആദ്യമായി നടക്കാൻ തുടങ്ങുമ്പോൾ എത്ര തവണ വീണതിന് ശേഷമാണ് നന്നായി നടന്നു തുടങ്ങുക? അതേപോലെ നമ്മൾ ആദ്യമായി സൈക്കിൾ ചവിട്ടുമ്പോൾ എത്ര വീണിട്ടുണ്ടാകും? എന്നാൽ എല്ലാത്തിനും നമ്മൾ മെച്ചപ്പെടണമെങ്കിൽ ഇതുപോലെയുള്ള വീഴ്ചകളെയും തോൽവികളെയും ഭയപ്പെടാതെ നേരിടാനും പറ്റണം. നമ്പർ 5, ഫൈൻഡ് യുവർ ട്രൈബ്. ചൂസ് പീപ്പിൾ ഹു ലിഫ്റ്റ് യു അപ്പ്. മിഷേൽ ഒബാമയുടെ വാക്കുകളാണിത്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ നമ്മളിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ചില ആളുകളുണ്ട്, അവരുടെ അടുത്ത് സംസാരിച്ചാൽ മതി നമ്മുടെ അന്നത്തെ ദിവസം തന്നെ പോയി കിട്ടും. അവർ സദാ തനിക്ക് കിട്ടിയ ജീവിതത്തെ കുറ്റം പറഞ്ഞും പരിതപിച്ചും ഇരിക്കുന്നതായി കാണാം. അവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഉണ്ടാകില്ല. എന്നാൽ മറ്റു ചിലരാവട്ടെ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും. സന്തോഷത്തെക്കുറിച്ചുള്ള ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പഠനമായി അറിയപ്പെടുന്നത് റോബർട്ട് വാൾഡിംഗറിന്റേതാണ്. തന്റെ 75 വർഷം നീണ്ട ഈ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ്: നല്ല ബന്ധങ്ങൾ നമ്മെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും എന്നും നിലനിർത്തുന്നു. ആളുകളുമായി സമയം ചെലവഴിക്കുന്നതിനെപ്പറ്റി മാത്രമല്ല ഇത് പറയുന്നത്. നിങ്ങൾ കൂടെ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുമായി വേണം ഒത്തുകൂടാൻ. അവർ നിങ്ങളെ പിന്തുണയ്ക്കുകയും നിങ്ങൾക്ക് സുരക്ഷിതത്വവും സ്നേഹവും നൽകുന്നവരുമായിരിക്കണം. നമ്പർ 6, ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. സ്വയം പ്രചോദിതരായിരിക്കുക എന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് നമ്മളിൽ നിന്ന് തന്നെ വരേണ്ട ഒന്നാണ്. സക്സസ്ഫുൾ ആകുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാം. ആ സമയത്ത് ചുറ്റുമുള്ള മനുഷ്യരെയും സാഹചര്യങ്ങളെയും പരാജയത്തിന് കാരണമാക്കി കുറ്റപ്പെടുത്തിയും പഴിച്ചും നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എന്നാൽ അതൊന്നും നിങ്ങൾക്ക് യാതൊരു നേട്ടവും ഉണ്ടാക്കില്ല. പല സന്ദർഭങ്ങളിലും പ്രചോദിതരായിരിക്കാൻ നിങ്ങൾക്ക് ബാഹ്യ ഘടകങ്ങളെയും സുഹൃത്തുക്കളെയും ആശ്രയിക്കാം. എന്നാൽ ദിവസാവസാനം ജോലിയിൽ ഏർപ്പെടേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ചുമതല ഏറ്റെടുക്കേണ്ടത് നിങ്ങളാണ് എന്ന് ഓർക്കുക. നിങ്ങളെ രക്ഷപ്പെടുത്തുക എന്നത് മറ്റൊരാളുടെ കടമയല്ല, നേരെ മറിച്ച് അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്പർ 7, ലെറ്റ് ഗോ. ഇറ്റ് ഈസ് ഓൺലി വെൻ വി ലെറ്റ് ഗോ ദാറ്റ് ന്യൂ അൺടോൾഡ് പോസിബിലിറ്റീസ് പ്രസന്റ് ദെംസെൽവ്സ്. ചിലപ്പോഴൊക്കെ ജീവിതം പൂർണ്ണമായി ജീവിക്കുക എന്നത് നിങ്ങൾ എന്തൊക്കെ എത്രത്തോളം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു, എത്രത്തോളം മുറുകെ പിടിക്കാൻ തയ്യാറാകുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും. അപ്പ് എന്ന സിനിമയിൽ മിസ്റ്റർ ഫ്രെഡിക്സൺ തന്റെ വീട് പറപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടില്ലേ? തുടക്കത്തിൽ അദ്ദേഹത്തിനത് സാധിച്ചില്ല. ഭാരക്കൂടുതലാണ് എന്നതായിരുന്നു പ്രശ്നം. ഇത് പരിഹരിക്കാനായി വീട് ഉയർന്നു പൊങ്ങാൻ പാകത്തിനുള്ള സാധനങ്ങളെല്ലാം അദ്ദേഹത്തിന് അതിൽ നിന്നും വലിച്ചെറിയേണ്ടി വന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഭാരമില്ലാതെ മുന്നോട്ടു പോകാനും ആത്യന്തികമായി അതിനെ പറക്കാനും കഴിയുന്ന തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ എന്താണ് ഉപേക്ഷിക്കേണ്ടതെന്ന് ചിന്തിച്ചു നോക്കൂ. നമ്പർ 8, ഹാവ് ഫൺ. Don't be afraid your life will end. Be afraid that it will never begin. ഗ്രേസ് ഹാൻസന്റെ വാക്കുകളാണിത്. ഒരു ജീവിതം പൂർണ്ണമായി ജീവിക്കണമെങ്കിൽ ആ ജീവിതം വാഗ്ദാനം ചെയ്യുന്നതെല്ലാം നാം അനുഭവിച്ചറിയണം. അതിനുള്ള ഒരേയൊരു മാർഗം യഥാർത്ഥത്തിൽ ജീവിക്കുക എന്നതാണ്. പല മേഖലകളിലും ഓരോ ഗോൾസ് ഉണ്ടാക്കിയെടുക്കുക.
നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ അനുഭവങ്ങളും അവസരങ്ങളും പ്രയോജനപ്പെടുത്തുക. നമ്മൾ ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്തേ പറ്റൂ എന്ന നിർബന്ധമുള്ള കാര്യങ്ങളാകും. അതിനപ്പുറം നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിന് എല്ലായ്പ്പോഴും മനുഷ്യർ കാരണങ്ങൾ കണ്ടെത്തും. സമയം ഒരിക്കലും അതിനൊരു തടസ്സമായിരിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഇപ്പോൾ ചെയ്യുക. അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു പ്ലാനെങ്കിലും ഉണ്ടാക്കുക. പിന്നെ പിന്നെ എന്ന കെണിയിൽ അകപ്പെടരുത്. നിങ്ങളുടെ കയ്യിലുള്ള പണവും സമയവും കൊണ്ട് അതിലൊതുങ്ങുന്നതെന്ത്, ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. അതിനാദ്യം നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതും സംതൃപ്തി നൽകുന്നതും എന്താണെന്ന് തിരിച്ചറിയുക. അത് കൂടുതൽ ചെയ്യാനായി സമയം കണ്ടെത്തുക.